അങ്ങനെ രാവിലെ തന്നെ റെഡിയായി താമസിച്ച ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇത് നേരെ കാറിലോട്ട് അവിടുന്ന് നേരെ എയർപോർട്ടിലോട്ട് കേട്ടോ. ഏകദേശം ഒരു 2 മിനിറ്റ് 3 മിനിറ്റൊക്കെയാണ് ഗൂഗിളിൽ കാണിക്കുന്നത്. അത്ര അടുത്താണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ എയർപോർട്ടിൽ 5 മണിക്കാണ് നമ്മളോട് എല്ലാവരോടും എത്തിച്ചേരാൻ പറഞ്ഞത്. 5 മണിക്ക് എയർപോർട്ടിലെത്തി അവിടുത്തെ ചെക്ക് ഇൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന സമയമാണ് കേട്ടോ ഇത്. ഒത്തിരി ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. ആദ്യമായിട്ട് ഫ്ലൈറ്റ് കണ്ടതിൻ്റെ ഒരു സന്തോഷമൊക്കെ കുഞ്ഞൂസിൻ്റെയൊക്കെ മുഖത്തുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 6:15 ആയപ്പോഴത്തേനും എല്ലാ പ്രോസസ്സെല്ലാം കഴിഞ്ഞു. 6:30 കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ 6:45 ആ ഒരു സമയമായപ്പോഴത്തേനും ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. കുഞ്ഞൂസിൻ്റെ മുഖത്ത് ഭയങ്കര സന്തോഷം. കാരണം അവൻ ഫസ്റ്റ് ആയിട്ടാണ്. ഞങ്ങൾ പിന്നെ നേരത്തെ പണ്ടൊരിക്കലും ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ട്. എങ്കിലും അതൊന്നും ഓർമ്മയിലില്ല കേട്ടോ. ഞങ്ങൾക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഫ്ലൈറ്റ് എന്താ പറയണേ പൊങ്ങുന്ന ഒരു എക്സ്പീരിയൻസൊക്കെ അത് ഭയങ്കര. ഞാൻ കുഞ്ഞൂസിനെ ഇങ്ങനെ മുറുക്ക പിടിച്ചേക്കാം കേട്ടോ. ഇവന് വല്ല പേടിയാവുമെന്നൊക്കെ വിചാരിച്ചിട്ട് അവൻ എൻ്റെ കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് ഇതേ നല്ല ഫ്രീ ആയിട്ടിരിക്കുന്നു. അവനൊരു കുഴപ്പമില്ല, ഒരു പേടിയുമില്ല. ഇനിയും മനസ്സിലാവാനൊന്നും ആവാഞ്ഞിട്ടാണെന്നറിയില്ല. അവനത് വലിയൊരു സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങളെ കൊണ്ട് വീഡിയോ ഒന്നും അധികം പിടിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. ചുമ്മാ അവിടെ നടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദിലോട്ടാണ് ഇപ്പം നമ്മൾ പോകുന്നത്. ഒരു 7 മണിക്ക് പോയാൽ 8:35 ആണ് ഹൈദരാബാദിലെത്തുന്ന സമയം കേട്ടോ. അപ്പം എൻ്റെ എല്ലാ വീഡിയോസും ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് 7 മിനിറ്റ് ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ ഇങ്ങനെ പോണതിൻ്റെ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടോ അല്ലെങ്കിൽ കയറിയ പിന്നെ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് അങ്ങനെയൊന്നും വീഡിയോ എടുത്തിട്ടില്ല. കാരണം എനിക്ക് മനസ്സിലായ കാര്യം അങ്ങനെ നമ്മളെപ്പോഴും ഫോൺ കൊണ്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ യാത്ര എൻജോയ് ചെയ്യാനേ പറ്റത്തില്ല. കാരണം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മൊത്തം നമ്മൾ ഓരോ കാര്യങ്ങളും വിട്ടുപോകാതെ വീഡിയോസ് എടുക്കാനായിരിക്കും. ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് എനിക്ക് സാഹചര്യ സന്ദർഭമൊക്കെ ഒത്തു വരുമ്പം മാത്രം ഓരോ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോസ് വെച്ചിട്ട് പിന്നെ ഇപ്പം അതെല്ലാം കൂടെ ചേർത്ത് വെച്ചൊരു വീഡിയോ ആക്കിയിട്ട് ഇടുന്നു കേട്ടോ. കാരണം എനിക്കും ഈ യാത്ര എൻജോയ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞൂസിന് ഞങ്ങൾ മൊബൈലിൽ കഥയൊക്കെ വെച്ച് കൊടുക്കാൻ തുടങ്ങി. ഇവിടുന്ന് തന്നെ കുറേ സ്റ്റോറിയൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടായിരുന്നു പോയത്. കാരണം പിന്നെ 1.5 മണിക്കൂറൊക്കെ അവൻ കണ്ടിന്യൂസ് ഇരിക്കുമ്പം ഈ 1.5 മണിക്കൂറിനെ കഴിഞ്ഞ് പേടി ഹൈദരാബാദിൽ നിന്ന് ശ്രീനഗറിലോട്ടാണ്. അവിടെ 3.25 മണിക്കൂർ വരുന്നുണ്ടല്ലോ. അപ്പോൾ അവൻ അത്രയും സമയം ഇങ്ങനെ ഇരിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ കഥയൊക്കെ ഡൗൺലോഡ് ചെയ്തിരുന്നു. അങ്ങനെ നമ്മൾ ഹൈദരാബാദ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടോ. അപ്പോൾ ആ ലാൻഡ് ചെയ്യുന്നതും പിന്നെ ടേക്ക് ഓഫ് ചെയ്യുന്നു അത് രണ്ടും ഒരു ഫസ്റ്റൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് ഭയങ്കര ഒരു ഇതായിരിക്കുമല്ലോ. ഇങ്ങനെ അവിടുന്ന് നമ്മൾ എയർപോർട്ടിനുള്ളിലെ ബസ്സിൽ കയറി. അപ്പോഴത്തേനും കുഞ്ഞു ചെറിയൊരു വഴക്കാക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ ബസ്സിനാണോ പോകണമെന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ നേരെ പിന്നെ വീണ്ടും ഹൈദരാബാദ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി. വീണ്ടും ചെക്ക് ഇൻ പ്രോസസ്സ് എല്ലാം. അപ്പോൾ അത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. വീണ്ടും ഒക്കെ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ വീണ്ടും അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ചെക്ക് ഇൻ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം ഷൂസ് വരെ ഊരിക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഊരി ചെക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം പ്രോസസ്സെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഹൈദരാബാദ് എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് അവിടെ ഞങ്ങൾക്ക് 8:35 ഞങ്ങൾക്ക് ഇനി 1 മണിക്കാണ് പിന്നെ ശ്രീനഗറിലോട്ടുള്ള ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ആദ്യം ഫുഡ് കഴിച്ചു. പിന്നെ ഹൈദരാബാദ് എയർപോർട്ട് അത്യാവശ്യം വലുതാണല്ലോ. അവിടെ എല്ലാം നടന്ന് ഫുള്ള് കണ്ടു. അതിനുശേഷം ടൈം പോകാൻ വേണ്ടിയിട്ട് പിടിച്ചൊരു പണിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ വന്ന് നിന്നിട്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന കാണുകയാണ്. 12 ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് ഞങ്ങളിവിടെ നിന്ന് കണ്ടു കേട്ടോ. അങ്ങനെ വീണ്ടും അടുത്ത ഫ്ലൈറ്റിൽ കയറി. അടുത്ത ഫ്ലൈറ്റിൽ കയറിയത് മാത്രമല്ല ഇത് ഏകദേശം ലാൻഡ് ചെയ്യാനാവുന്നത് ശ്രീനഗറിൽ എത്താനാകുന്നതിന് മുന്നത്തെ ഒരു അരമണിക്കൂർ മുന്നത്തെ ഒരു സീനാണ് കേട്ടോ. അത് മൊബൈലിൽ അത്ര ക്ലിയറായിട്ട് എഴുതിയിട്ടില്ല. ഞാനിരുന്ന സീറ്റിൽ തന്നെ ഒരു പിന്നെ പട്ടാളക്കാരനായിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ അടുത്തുണ്ടായിരുന്നത്. ആ പുള്ളിക്കാരൻ എനിക്ക് വിൻഡോ സീറ്റിൽ നിന്ന് പിടിച്ചു തന്നതാണ് ഈ വീഡിയോ. പക്ഷേ അതത്ര ക്ലിയർ ആയിട്ടില്ല. ഫുള്ള് വൈറ്റ് കളറ്. ശ്രീനഗർ പോയിട്ടുള്ളവർക്ക് കാശ്മീർ പോയിട്ടുള്ളവർക്ക് അറിയാം. ഫുള്ള് വൈറ്റ് കളറുള്ള മലകൾ മാത്രമാണ് നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് കാണാൻ പറ്റുക. അതിലിങ്ങനെ സൂര്യപ്രകാശം തട്ടിയിട്ട്, അതായത് ഏകദേശം ഞങ്ങൾ അവിടെ എത്തുന്ന സമയം എന്ന് പറയുന്നത് ഒരു വൈകുന്നേരമാണല്ലോ. സൂര്യപ്രകാശം തട്ടിയിട്ട് ഇങ്ങനെ മിന്നി തിളങ്ങുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളായിരുന്നു. പിന്നെ എയർപോർട്ടൊന്നും വീഡിയോ എടുക്കത്തില്ല. എല്ലാം ഡിഫൻഡറിൻ്റെ കീഴിലുള്ളതായതുകൊണ്ട് അവിടെ ഒന്നും നമുക്ക് വീഡിയോ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പെർമിഷനില്ല. അന്നേരത്തേനും ഞങ്ങളെ കൊണ്ടുപോകാൻ ആൾ വന്നിരുന്നു. നേരെ ബസ്സിൽ കയറി. ഇതാണ് നമ്മുടെ കാശ്മീർ. ആദ്യമായിട്ട് കാശ്മീരിൻ്റെ മണ്ണിൽ കാലുത്തി ഇരുട്ടാൻ അങ്ങ് തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഇതിൽ കയറിയപ്പോഴേ തന്ന ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് മിലിറ്ററിയുടെ പട്ടാളക്കാർ തോക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരെ കാണും, അവരുടെ വണ്ടി കാണും. ഇതൊന്നും ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പാടില്ല. ഇതാണ് ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. വണ്ടി കയറിയപ്പോൾ തന്നെ അവർ
ഒരു പാക്കറ്റ് തന്നു. ഒരു പാക്കറ്റ് കടലയും പിന്നെ എന്തായിരുന്നു ഒരു പാക്കറ്റ്, ഞാൻ ആക്ച്വലി മറന്നുപോയി, എന്തോ ഒരു പാക്കറ്റ് സാധനം കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫ്രൂട്ടി, ഒരു 500 ml മിനറൽ വാട്ടർ, ഇത്രയൊക്കെ തന്നു കേട്ടോ. അപ്പം അന്നേരത്തിന് തന്നെ ഇരുട്ടി തുടങ്ങി കേട്ടോ. അവിടുന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ താമസം ഹൗസ് ബോട്ടിലായിരുന്നു. ദേ ഹൗസ് ബോട്ടിൻ്റെ ഉൾഭാഗമാണ്. ശിക്കാരയിലാണ് ഹൗസ് ബോട്ടിലോട്ട് വന്നത്, പക്ഷേ അതൊന്നും വീഡിയോ പിടിക്കാൻ പറ്റിയില്ല, നല്ല ഇരുട്ടായിരുന്നു. അപ്പം ഇതാണ് ഹൗസ് ബോട്ടിൻ്റെ ഉൾഭാഗം. ഹൗസ് ബോട്ടിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നാളത്തെ വീഡിയോയിൽ ഇടാം കേട്ടോ. ഞാൻ ഫുള്ള് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് ബെഡ്റൂം മാത്രമാണ്. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 5 ഡിഗ്രി 6 ഡിഗ്രി ഒക്കെയാണ് കേട്ടോ ടെമ്പറേച്ചർ. അതുകൊണ്ട് ഹീറ്ററൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ, സീ യു.